സിപിഎമ്മിനെതിരായ പരസ്യ പ്രതികരണത്തിൽ നടപടിയെടുക്കാൻ പാർട്ടിയെ വീണ്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ് എ പത്മകുമാർ. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ നടപടിയെടുക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് വന്നിരിക്കുന്നത്. എന്നാൽ പരസ്യ പ്രതികരണം നടത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇന്ന് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്തായാലും ജില്ലാ കമ്മിറ്റി നാളെ ചേരാനിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പങ്കെടുക്കും എന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ടോ? പാർട്ടി ഭീഷണിക്ക് പത്മകുമാർ വിധേയനാവുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി പാർട്ടിയുടെ വലിയ സമ്മർദ്ദം പത്മകുമാറിന് മുകളിലുണ്ട്. സംസ്ഥാന നേതൃത്വം നേരിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. പത്മകുമാറിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനെ നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇന്നലെ പറഞ്ഞയച്ചിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലനം എന്ന രീതിയിലായിരിക്കണം പാർട്ടി നടപടി എടുക്കട്ടെ, ഏതു തരത്തിലുള്ള നടപടി വന്നാലും അത് അനുസരിക്കാൻ താൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുണ്ട്. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ഒരു ആളുടെ സാന്നിധ്യത്തിലായിരിക്കും ആ കമ്മിറ്റി ചേരുക. ആ കമ്മിറ്റിയിൽ ഒരു അച്ചടക്ക നടപടി, എന്തായാലും കൃത്യമായ അച്ചടക്ക നടപടി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വിധേയനാകുന്നതിന് വേണ്ടിയുള്ള ഭീഷണിപ്പെടുത്തലുകൾ കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നടക്കം നേരിടേണ്ടി വരുന്നുണ്ട്. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ വീഴ്ചകളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിനുള്ള തന്ത്രം CPM കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്ന രീതിയിലാണ് ഇപ്പോൾ പാർട്ടിക്ക് വിധേയപ്പെടുകയാണ് എന്ന തരത്തിലുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ദേവസ്വം പ്രസിഡന്റായിരുന്ന സമയത്ത് ഈ LDF സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള ചില നയങ്ങൾ അദ്ദേഹം സ്വീകരിച്ചത് പാർട്ടിക്ക് വിരുദ്ധ പ്രവർത്തനം എന്ന രീതിയിലൊക്കെ പരാമർശിക്കപ്പെടുകയും അദ്ദേഹത്തെ കണ്ണിലെ കരടായിട്ട് പാർട്ടി മുദ്ര കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ള തരത്തിലുള്ള ചില പൊതുഭാഷ്യങ്ങൾ ഈ ഒരു വിവാദമുണ്ടായ സമയത്ത് ഉരുത്തിരിഞ്ഞ് വന്നിരുന്നു. ചില കാര്യങ്ങളിൽ പാർട്ടിക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ചില സമീപനങ്ങൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള പാർട്ടി പൊതുഭാഷ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പാർട്ടി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു അവസാനം എന്ന രീതിയിലാണ് അദ്ദേഹത്തെ പാർട്ടി വിധേയനാക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തലുകളും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന് ദേവസ്വം പ്രസിഡന്റായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ചകൾ, ഒപ്പം തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ പാർട്ടിക്ക് തന്നെ തുടരുന്നതിന് ചില വിധേയപ്പെടലുകൾ ആവശ്യമാണ്. ഒപ്പം തന്നെ തർക്ക പരിഹാരത്തിന് വേണ്ടി ചില വിലപേശലുകൾ, ശ്രമങ്ങൾ ഒക്കെ നടത്തി അദ്ദേഹത്തെ വിധേയനാക്കുകയായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പാർട്ടി നടപടിയെടുക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ഭാഷയിലായിരുന്നു അദ്ദേഹം ഈ കാര്യം പ്രതികരിച്ചിരുന്നുവെങ്കിൽ അത് വീണ ജോർജിനെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട്, വീണ ജോർജിനൊക്കെ പ്രത്യേക പരിഗണന പാർട്ടിയിൽ ലഭിക്കുന്നത് തന്നെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ ജോർജ് എന്ന ഒരൊറ്റ കേന്ദ്ര ബിന്ദുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു ഇന്നലത്തെ പ്രതികരണമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ആ കാര്യങ്ങളിലൊക്കെ ചില മയപ്പെടുത്തലുകൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. നടപടിയെടുക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, നടപടിയെടുക്കൂ, ജില്ലാ കമ്മിറ്റി ചേരൂ, നടപടിയെടുക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് അവ്യക്തമായിട്ടായിരുന്നു ഇന്നലെ മറുപടിയെങ്കിൽ ഇന്ന് അങ്ങനെയല്ല മറുപടി. ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ നാളെ പങ്കെടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ എന്ത് നടപടി വന്നാലും അത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. സംഘടനാപരമായിട്ട് ജില്ലാ കമ്മിറ്റിയിൽ നടപടി എടുക്കുക തന്നെ വേണം എന്ന് തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നടപടി എന്തായാലും നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് ഏകദേശം അദ്ദേഹത്തിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതെന്ത് നടപടിയാണെന്നടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ചില ഭീഷണി സ്വരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ നടപടിക്ക് വിധേയപ്പെട്ടുകൊണ്ട് പാർട്ടിയിൽ തന്നെ തുടരാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് എ പത്മകുമാർ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരിക്കും നാളെ ഈ വിഷയം ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുക. ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് എന്തായാലും വലിയ പൊട്ടിത്തെറിയിലേക്ക് പോയാൽ അത് CPMൽ പത്തനംതിട്ട ജില്ലയിൽ കാലകാലങ്ങളായി നിലനിൽക്കുന്ന CPM വിഭാഗീയത കൂടുതൽ രൂക്ഷമാകുന്നതിന് കാരണമാകും. ഈ എ പത്മകുമാർ മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിനും അനുയായികളുണ്ട്. ചെറിയ ഒരു സംഘമാണെങ്കിലും അത് ഭിന്നിപ്പ് പാർട്ടിയിൽ വളർത്തുന്നതിന് കാരണമാകും. എ പത്മകുമാർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. താൻ മാത്രമല്ല പാർട്ടിയിൽ അസ്വസ്ഥനായി തുടരുന്നത്, ഒട്ടനവധി ആളുകളുണ്ട്. വീണ ജോർജിനെ പോലെ സംഘടനാ പ്രവർത്തന പരിചയമില്ലാത്ത ആളുകൾക്ക് പാർട്ടി കൂടുതൽ പരിഗണന നൽകുമ്പോൾ, തന്നെ പോലുള്ള മുതിർന്ന ആളുകളെ പാർട്ടി അവഗണിക്കുമ്പോൾ അതിൽ അസ്വസ്ഥത പ്രകടമാക്കുന്ന ഒട്ടനവധി ആളുകളുടെ പ്രതിനിധി മാത്രമാണ് താൻ തുറന്നു പറയാൻ, പരസ്യ പ്രതികരണം നടത്താൻ തയ്യാറായി. പക്ഷേ അങ്ങനെ തുറന്നു പറയാൻ തയ്യാറാകാത്ത ഒരുപാട് ആളുകൾ പാർട്ടിയിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോവുകയാണ്
തുടരുകയാണെങ്കിൽ വലിയ പൊട്ടിത്തെറികൾ പത്തനംതിട്ട CPM-ൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശനത്തോടുകൂടി അസ്വസ്ഥത പ്രകടമാക്കുന്ന ഒട്ടനവധി നേതാക്കൾ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട്. നഗരസഭയുടെ തലപ്പത്തുള്ള മുതിർന്ന നേതാക്കളടക്കം ഇങ്ങനെ വീണ ജോർജിന്റെ വരവോടുകൂടി അസ്വസ്ഥത പ്രകടമാണ്. ഇനി പത്മകുമാറിനെതിരെ വലിയ നടപടിയിലേക്ക് കടന്ന് അത് വലിയ പൊട്ടിത്തെറിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ ഭിന്നസ്വരങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ഭിന്നിപ്പും വിഭാഗീയതയും പാർട്ടിയിൽ രൂക്ഷമാകുന്നതിനും കാരണമാകും. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടം എത്തി നിൽക്കുന്നു എന്ന സാഹചര്യത്തിൽ ജില്ലയിൽ വലിയ രീതിയിലുള്ള ഭിന്നതകളിലേക്ക് പോകാതെ തന്നെ ഈ പ്രശ്നം ശമിപ്പിക്കുന്നതിനുള്ള ഒരു പരിഹാര ശ്രമമായിരിക്കും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാതെ എന്നാൽ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയും വേണം. അത്തരത്തിലുള്ള നടപടികളുടെ സൂചന എന്ത് നടപടിയായിരിക്കും നാളെ എടുക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചനകൾ പത്മകുമാറിന് ലഭിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രശ്നം വലിയ പൊട്ടിത്തെറിയിലേക്ക് ഭിന്നിപ്പിലേക്ക് പത്തനംതിട്ട ജില്ലയിലെ CPM വിഭാഗീയത വലിയ രൂക്ഷമായി മാറാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യമായിരിക്കും പാർട്ടി ജില്ലാ നേതൃത്വം നാളെ ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ നടപടിയെടുക്കുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ഈ സംസ്ഥാന കാര്യമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കാറായി. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട്ടെ വിഭാഗീയത CPM-ന് തലവേദന സൃഷ്ടിക്കും. പ്രത്യേകിച്ച് പത്മകുമാർ ഇങ്ങനെ തുറന്നടിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ സമാനമായി പാലക്കാടുമുണ്ട് പ്രശ്നങ്ങൾ. അതിലേക്ക് എത്താം. അതിനു മുമ്പ് പത്മകുമാറിന്റെ വാക്കുകൾ കേൾക്കാം. അതല്ല, നാളെ ജില്ലാ കമ്മിറ്റി യോഗം കൂടുമ്പോൾ എന്തൊക്കെയാണ് അജണ്ട എന്നുള്ളത് നമുക്കിപ്പോൾ അറിഞ്ഞൂടല്ലോ. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, എന്ത് കാര്യങ്ങളാണെന്നുള്ളത് ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും ഞാൻ പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ബാക്കി സംഘടനാപരമായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് അബ്രാമിനോട് ചോദിക്കുക മാത്രമേ മാർഗമുള്ളൂ. അപ്പം തന്നെ തിരുത്തിയല്ലോ. അത് ഫേസ്ബുക്കിൽ ഞാൻ അപ്പോഴത്തെ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു. കൊടുത്തത് ശരിയായില്ലാന്ന് തോന്നിയപ്പോൾ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തല്ലോ. പിന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള കളിയാണല്ലോ പിന്നെ നടന്നത് മുഴുവൻ.